ഈ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിലടക്കം ഡോക്ടർമാരുടെ എണ്ണത്തിൽ മതിയായ ഡോക്ടർമാരുടെ എണ്ണമില്ല എന്ന വാർത്തകൾ നേരത്തെ തന്നെ ഉള്ളതാണ്. ഡോക്ടർമാരുടെ സംഘടനകളടക്കം ആ പരാതി ഉന്നയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്നുള്ളൊരു പരാതി. കാരണം രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുമ്പോഴും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നില്ല. പ്രത്യേകിച്ച് ഡ്യൂട്ടിയിലുള്ള ചില ഡോക്ടർമാർ അവരവരുടെ വിഭാഗങ്ങളിൽ എത്തുന്ന രോഗികളെ പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. വാർഡ് വിപുലീകരണം വന്നതിന് ശേഷം ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ കിടത്തി ചികിത്സിക്കുന്ന രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായ സാഹചര്യത്തിൽ കൂടിയാണിത്. എറണാകുളം ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നും ദിവസവും ആയിരക്കണക്കിന് രോഗികളെത്തുന്ന ജനറൽ ആശുപത്രിയിലാണ് ഡോക്ടർമാരുടെ കുറവ് മൂലം രോഗികൾ വലയുന്നത്. ഉള്ള ഡോക്ടർമാരിൽ ചിലർ OPയിൽ എല്ലാ ദിവസവും സേവനം ചെയ്യാൻ തയ്യാറാകാതിരിക്കുന്നത് രോഗികൾക്ക് ഇരുട്ടടിയാവുകയാണ്. ഏറ്റവും കൂടുതൽ രോഗികളെത്തുന്ന ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഒരു സീനിയർ കൺസൾട്ടന്റും 3 കൺസൾട്ടന്റുമാരുമാണ് ഉള്ളത്. ജനുവരി 1 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ ജനറൽ മെഡിസിൻ OPയിൽ 12,204 രോഗികൾ ചികിത്സ തേടിയിട്ടുണ്ട്. ഇതിൽ 655 പേരെ അഡ്മിറ്റ് ചെയ്തു. പീഡിയാട്രിക് വിഭാഗത്തിൽ 2 സീനിയർ കൺസൾട്ടന്റും 3 കൺസൾട്ടന്റുമാരും 2 ജൂനിയർ കൺസൾട്ടന്റുമാരും അടക്കം 7 ഡോക്ടർമാർ. ഈ കാലയളവിൽ ഇവിടെ OPയിലെത്തിയത് 4,732 പേരാണ്. ഗൈനോക്കോളജിയിൽ ഒരു സീനിയർ കൺസൾട്ടന്റും 4 കൺസൾട്ടന്റുമാരുമാണ് ഉള്ളത്. OPയിൽ ചികിത്സിച്ച രോഗികളുടെ എണ്ണം 6,442. റെസ്പിറേറ്ററി മെഡിസിൻ, ന്യൂറോളജി എന്നീ വിഭാഗങ്ങളിൽ 1 വീതം ഡോക്ടർമാരാണ് ജനറൽ ആശുപത്രിയിൽ സേവനം ചെയ്യുന്നത്. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളിലാണ് ഈ കണക്ക് വ്യക്തമാക്കുന്നത്. വാർഡ് വിപുലീകരണത്തിന് ശേഷം ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ 31 ICU ബെഡുകളാണ് നിലവിലുള്ളത്. നേരത്തെ ഇത് 16 ആയിരുന്നു. വാർഡിൽ 44 നിന്ന് 86 ബെഡുകളായി വർദ്ധിപ്പിച്ചു. ഇതോടെ ഡോക്ടർമാരുടെ ജോലിഭാരം വർദ്ധിക്കുകയാണ്. ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനറൽ മെഡിസിൻ വകുപ്പ് മേധാവി ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകിയിരുന്നു. എന്നാൽ നിവേദനത്തിൽ ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. കിരൺ കുമാർ, അമൃത ന്യൂസ്, കൊച്ചി.